ഹലോ ഗൈസ്, ഈ അടുത്ത് യൂട്യൂബ് തുറന്നാൽ മൊത്തം ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫേക്കാണോ റിയലാണോ നോക്കാമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണ് നല്ലോണം കിളച്ചതിന് ശേഷം അടിയിലത്തെ മണ്ണ് ഒരു മുക്കാഭാഗമോ കാൽ ഭാഗമോ ആയിട്ട് ബക്കറ്റിൽ എടുക്കാം. എന്നിട്ട് ബക്കറ്റിൽ മൊത്തമായിട്ട് വെള്ളം നിറച്ചിട്ട് ഒരു കോലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യോ കൊണ്ട് ഒന്ന് നല്ലോണം ഇളക്കി മറിച്ച് കൊടുക്കാം. ബൈ ദ വേ, ഇത് കുറച്ച് ദിവസം പണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെള്ളം പോരാന്ന് തോന്നുമ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ഒരു ബക്കറ്റിൽ ഒരു തോർത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം അരിച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി, കല്ല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാനാണ്. മഗ് എടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ചെടിച്ചട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനിപ്പോൾ. അതൊന്നും എനിക്കൊരു വിഷയമല്ല, അടിയിൽ തോട്ടമുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഇനി അരിച്ചെടുത്തത് മാത്രം ആ ബക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ഇങ്ങനെ മണ്ണ് അടിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പോരാ, 24 മണിക്കൂർ വേണം. അപ്പോൾ 24 മണിക്കൂർ ഈ സാധനം അങ്ങനെ തന്നെ അവിടെ വെക്കാം. ഇടയ്ക്കൊരിക്കൽ മഴ പെയ്തപ്പോൾ ഞാനത് കാർപോർച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം റെഡിയായി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രം മറിച്ച് കളയാം. അടിയിൽ എന്തായാലും മണ്ണ് അടിഞ്ഞുകൂടും. പിന്നെ ഈ സാധനം ചെയ്യുമ്പോൾ ഏത് മണ്ണ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു ക്ലേ തന്നെ അവസാനം കിട്ടുള്ളൂ. പറ്റുന്നത്ര വെള്ളം ഇങ്ങനെ മറിച്ച് കളഞ്ഞതിന് ശേഷം നേരത്തെ എടുത്ത ബക്കറ്റിൽ നമ്മുടെ നേരത്തെ എടുത്ത തോർത്ത് തന്നെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വെള്ള തോർത്തിൻ്റെ കഥയെ ഇപ്പോൾ ബ്രൗൺ കളറായി. ഇനി ആ ക്ലേ ഉണ്ടാക്കാനുള്ള മണ്ണ് നമ്മുടെ തോർത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊരു കിഴിയാക്കിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടിയിടാം. അതിൽ നിന്ന് ഡ്രോപ്പായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. 12 മണിക്കൂറാണ് ഇനി വെക്കാനുള്ള സമയം. പക്ഷെ ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷെ സാധനം സെറ്റായി, കട്ടിയായിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വേണ്ടുന്നൊരു കൺസിസ്റ്റൻസി തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ അതിങ്ങനെ ചാറ്റൽ മഴ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് അതിങ്ങനെ ആക്കി. അപ്പോഴത്തേക്കും വലിയ മഴ തുടങ്ങി. അപ്പോൾ ഞാനത് ഷെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കിയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ബാക്കി പാർട്ട് 2 ബൈ ബൈ.